സർ, ഗുണ്ടകളും പോലീസും തമ്മിലുള്ള ബന്ധം ഇവിടെ ശക്തമായിട്ട് തുടരുകയാണ് സർ. ഈയിടെ തലസ്ഥാനത്ത് ഒരു ഹോട്ടൽ ഉദ്ഘാടനത്തിൽ 2 CIമാർ പരസ്പരം അടിക്കുകയാണ്. അവിടെ ആരുടെയൊക്കെ സാന്നിധ്യമുണ്ട് സർ? തിരുവനന്തപുരത്തെ പോലീസ് സൂപ്രണ്ടിന്റെ സാന്നിധ്യമുണ്ട്. മാത്രമല്ല അവരുടെയൊക്കെ കൂടെ വിശിഷ്ടാതിഥിയായിട്ട് ഒരു ഗുണ്ടാ തലവൻ ഓം പ്രകാശുമുണ്ട് സാർ. ഓം പ്രകാശും SP നോക്കി നിൽക്കുമ്പോൾ ഇവര് 2 CIമാർ തമ്മിൽ പൊരിഞ്ഞ അടി. എന്തിനായിരുന്നു അടിയെന്നറിയോ? ഈ ഹോട്ടലിന് ബാർ ലൈസൻസ് വാങ്ങിക്കൊടുത്തത് ഞാനാണെന്ന് 2 കൂട്ടരും പരസ്പരം അവകാശവാദം ഉന്നയിച്ചു. അവസാനം SP-യും ഓം പ്രകാശും കൂടി തീരുമാനത്തിലെത്തിച്ചു. അങ്ങനെ സംഗതി 8 മിനിറ്റ് ആയിട്ടുള്ളൂ സാർ. സംഗതി പ്രശ്നം മധ്യസ്ഥതയിൽ ഗുണ്ടാ തലവനും SP-യും തമ്മിൽ മദ്യം പറയാ. ഇതെന്താ സർ? ബോംബെയിലെ അധോലോകമാണ്. ബോംബെയിലെ അധോലോകത്തെ കേരളത്തിലേക്ക് പറിച്ചു നടന്ന സ്ഥിതിയാണ് സർ ഇപ്പോ ഇവിടെ നമുക്ക് കാണാൻ ചെയ്യുന്നത്. സർ, പോലീസ് ഗുണ്ടകളെ സംരക്ഷിക്കുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ ഗുണ്ടകൾക്കെതിരെ കർക്കശമായ നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. സംസ്ഥാനത്താകെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു പോകുന്നുണ്ട്. ഒരു തരത്തിലും അവരെ സംരക്ഷിക്കുന്ന, ഗുണ്ടകളെ സംരക്ഷിക്കുന്ന നില നമ്മുടെ സംസ്ഥാനത്തേതായാലും നിലനിൽക്കുന്നില്ല. സർ, അധോലോകത്തിൻ്റെ കാര്യമൊന്നും നമ്മുടെ കേരളത്തിൽ പറഞ്ഞ് അത്തരമൊരു ഭീതി പടർത്താനൊന്നും കഴിയുന്ന സാഹചര്യമല്ല ഇന്നുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ക്രമസമാധാന നില ഭദ്രമായ സംസ്ഥാനമാണ് കേരളം. ആ നില നമ്മൾ മറന്നുപോകരുത്.